അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റേതല്ല, എൻ്റെ കസിൻ്റെ ഹോം ടൂറാണ്. അപ്പോൾ ഇന്നലെ തിങ്കളാഴ്ച ആയിരുന്നു ഹൗസ് വാമിങ്. ഇത് നമ്മൾ അവിടത്തേക്ക് പോകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. അത്തൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കൊക്കെ രണ്ട് സൈഡിലായിട്ട് നല്ല ഗ്രീനറിയും. ശരിക്കും എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്തത് ഒരു ഊട്ടിയിലൊക്കെ പോകുന്നൊരു ഫീലാണ്. നല്ല ഭംഗിയുണ്ട്, മാഷാല്ലാ. പോരാത്തതിന് അന്ന് നല്ല ക്ലൈമറ്റും ആയിരുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇതാണ് സ്ഥലം. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. തലേന്നും കുടിയിരിക്കലിൻ്റെ അന്നായിട്ട് ഒക്കെ എടുത്ത വീഡിയോ ആണിത്. നമ്മൾ കുടിയിരിക്കൽ എന്നാണ് പറയൽ, ചിലയിടത്തൊക്കെ കുടി പാർക്കൽ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. കസിൻ്റെ പേര് റംല എന്നാണ്. ഹസ്ബൻഡിൻ്റെ പേര് റഫീക്ക്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ നാട്ടിലാണ് വീടെടുത്തിട്ടുള്ളത്. ഈ വീട്ടിൽ അധികം വുഡൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എനിക്കങ്ങനെ പറയാനൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ഹോം ടൂറിലേക്ക് കിടക്കാം. വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ ലിവിങ് ഏരിയ ആണുള്ളത്. ഇവിടെ 10 ആൾക്കാർക്കൊക്കെ ഒന്നിച്ച് സിറ്റിങ്ങിനുള്ള അറേഞ്ച്മെൻ്റ് ആണ് ചെയ്തത്. ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ നമ്മൾ ഹാളിലേക്കാണ് പോകുന്നത്. അവിടെ ഡൈനിങ് സ്പേസും പിന്നെ സ്റ്റെയർ കേസും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്തായിട്ട് TV കാണാനുള്ള ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂമും വാഷ് ബേസിനും ഉള്ളത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് കിട്ടുന്ന പ്ലേസ് ലേഡീസ് ഹാളാണ്. ഇവിടെ ഒരു സോഫയും പിന്നെ ചെറിയൊരു ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഓപ്പൺ കിച്ചണാണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ താഴെ ടോട്ടൽ 2 ബെഡ്റൂമാണ് ഉള്ളത്. ഒന്ന് മാസ്റ്റർ ബെഡ്റൂമും പിന്നെ ഈ ബെഡ്റൂമും. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് പോവാം. ഇനി ലേഡീസ് ഹാളിൽ ഈ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ബാത്റൂമും റൈറ്റ് സൈഡിലായിട്ട് സ്റ്റോർ റൂമും കൊടുത്തിട്ടുണ്ട്. സ്റ്റോർ റൂമിലാണ് അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി വീണ്ടും ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡൈനിങ് സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ്. ഇതിൻ്റെ 2 സൈഡിലും വുഡൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറിയ ഉടനെ തന്നെ ഒരു ഡൈനിങ് സ്പേസ് ഉണ്ട്. എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ ഒരു ബെഡ്റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആണ്.
പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെയാണ് ലോണ്ട്രി ഒക്കെ. ഇനി ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ബെഡ്റൂം ഉണ്ട്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമാണുള്ളത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്നത് ബാൽക്കണിയിലേക്കുള്ള വഴിയാണ്. അതിനു മുമ്പ് നേരെ കാണുന്നത് ബാത്റൂമും വാഷ് ബേസിനും. പിന്നെ അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ബെഡ്റൂമും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്ക് പോവാം. വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്കും പിന്നെ ചെറിയൊരു ഗാർഡനൊക്കെ കൊടുത്തിട്ടുണ്ട്. രാത്രിയൊക്കെ ആകുമ്പോൾ ലൈറ്റൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. മാഷാ അല്ലാഹ്. സോ ഇതാണ് വീട്. നല്ല സ്പേഷ്യസ് ആണ്, ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഈ സ്ഥലം ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാനുള്ള കാര്യം വേറൊന്നാണ്, അതൊന്ന് കാണിച്ചു തരാം. ഈ നാട്ടിൽ ഇതുപോലെ വെള്ളം ഒഴുകുന്ന ഒരുപാട് ചാലുകളുണ്ട്. നമ്മൾ ചാല് എന്നാണ് പറയുക. ഇത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇത് ഒഴുകുന്നത് വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ അടിയിൽ കൂടിയാണ്. ഇതിലിറങ്ങൽ അത്ര സേഫ് അല്ല. ഇറങ്ങാൻ പറ്റിയതും ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതും വീടിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. ഇതും കാണാൻ നല്ലുണ്ട്. കുട്ടികളൊക്കെ ഇതിൽ ഇറങ്ങി കളിക്കുകയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ഇറങ്ങാൻ വേണ്ടി തോന്നും. നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. അവിടുന്ന് തിരിച്ചു വരുമ്പോഴുള്ള വീടിൻ്റെ വ്യൂ ആണിത്. പിന്നെ ഈ കാറിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് റഫീഖലയ, ആ വീടിൻ്റെ ഓണർ. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ശരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസും ആണ്, നല്ല വീടുമാണ്. മാഷാ അല്ലാഹ്. കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. നമുക്കൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്തൊരു ചെറിയ വിഷമം ഉണ്ടായിന്, എന്നാലും കുഴപ്പമില്ല. അന്നത്തെ ഡേ നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു. സോ എല്ലാവർക്കും ഈ ഹോം ടൂർ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.